ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൽ കോട്ടൺ സാരിയാണ്. അപ്പോൾ നമ്മൾ നോർമൽ ആ ഒരു ഓണം വൈബുള്ള മൽ കോട്ടൺ സാരി കൊണ്ടുവരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് അത്രയും എന്താ പറയുക, നമുക്ക് വൈറ്റിലോ ഓഫ് വൈറ്റിലോ അല്ലാതെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള മൽ കോട്ടൺ അൺകോമൺ ആയിട്ടുള്ളത് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇത് ജെറി ചെക്സിൽ 2 കളേഴ്സിൽ വരുന്ന ഇങ്ങനെ മിക്സ് ചെക്കായിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൽക്കോട്ടൺ സാരിയാണ്. ഇതിൽ 2 കളറിലും പിന്നെ ചെക്സിലും ആ ഒരു സെറി ചെക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സീത്രൂ അല്ല. പല്ലു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. പല്ലു വരുമ്പോൾ ഒരു കളറിൽ ചെക്ക് പാറ്റേൺ, ആ ഒരു സെറി ചെക്ക് വിത്ത് ഇതേപോലത്തെ ടാസിൽ. ബ്ലൗസ് വരുന്നത് ഓരോന്നിലും ഡിഫറെൻ്റ് ആണ്. ഇത് ഒരുപാട് പീസൊന്നുമില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. ഇതേപോലെ ലൈൻ പാറ്റേൺ, ആ ഒരു സെറി ലൈൻ പാറ്റേണിലാണ് ബ്ലൗസ് പീസ്. ബോർഡേഴ്സ് ഇതേപോലെ വരും, കണ്ടോ വരും. സൈഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബ്ലൗസിൻ്റെ ബോർഡറായിട്ടും കൊടുക്കാവുന്നതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വരിക കേട്ടോ, കണ്ടോ, അടിപൊളിയായിട്ടുള്ള മൽക്കോട്ടൺ സാരി ഇങ്ങനെ വരിക. ഇത്തിരി വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഒരുപാട് ഫങ്ഷൻ കാണുമല്ലോ. അപ്പോൾ ഓണത്തിന് തന്നെ വേണമെന്നില്ല, വെഡ്ഡിങ്ങിൻ്റെ ആണെങ്കിലും തലേ ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു ഫങ്ഷനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ സൂപ്പർബാണ്. അതിലാ ഒരു നമുക്ക് ആ സെറി ഗോൾഡൻ ചെക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു ഫെസ്റ്റീവ് വൈബാണ്. ഇതേപോലെ കേട്ടോ. പിന്നെ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്, സ്റ്റൈൽ ചെയ്യണതിനനുസരിച്ചിരിക്കും. ഇതാണ് പല്ലു വിത്ത് ഈ ഒരു കുഞ്ഞ് ടാസൽസും വരുന്നുണ്ട്. ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരി കേട്ടോ, കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാം. ഇതേപോലെ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ അതാണ് കാണിക്കുന്നത്. അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം എൻക്വയറി ചെയ്തോളൂ. റേറ്റ് വരുന്നത് 1400 ആണ്, 1400 വരുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇത് നമ്പർ 2 ആണ്. ഇതേപോലെ വരും. ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ദാ ഇതേപോലെ വേഗം വേഗം കാണിച്ചു പോവാം കേട്ടോ. ആൻഡ് ബ്ലൗസ് ഇതേപോലെ ലൈൻ പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബ്ലൗസൊക്കെ ഇത് തിന്നായിരിക്കും, മൽക്കോട്ടൺ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വേണ്ടാന്നുള്ളവർക്ക് ഇതിലത്തെ ഏത് കളർ, ഒരു വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയോ ഒക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, അടിപൊളിയായിട്ട് 1 ലെയറിലോ അല്ലെങ്കിൽ ഇങ്ങനെ ലേസി പീറ്റ്സ് എടുത്തിട്ടൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിൻ്റെയും റേറ്റ് വരുന്നത് 1400. ഇതിൻ്റെ ടാസിൽസ് ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്പർ 3 ആണ്. ഓരോ കളറും കാണുമ്പോൾ അതാണ് ഏറ്റവും ഭംഗിയെന്ന് തോന്നും കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു ലൈറ്റ് ഷെയ്ഡാണ്, അടിപൊളിയാണ്. ഇതേപോലെ വരിക കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. പല്ലുത ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ്. ബ്ലൗസ് ഇതേപോലെ ലൈൻ പാറ്റേൺ. എല്ലാത്തിനും ഇങ്ങനെ സൈഡിൽ ആ ഒരു ഗോൾഡൻ കളറ് ബോർഡർ വരണം എന്നില്ല. ഇങ്ങനെ അതാ പറഞ്ഞ ഓരോന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അപ്പോൾ ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ സാരി ട്രൈ ചെയ്യാൻ ഈ ഒരു ഓണത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ്. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് നമ്പർ 4 ആണ്. ഇതേപോലെ കേട്ടോ, ഒരു കാഷിഷ് കളറും ഒരു ഓഫ് വൈറ്റ് കളറും പോലെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്, ഉടുത്ത് വരുമ്പോൾ ഒരു എലഗൻ ലുക്കാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇപ്പം എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നതാണ് കോമൺ അല്ലാത്ത പാറ്റേൺ മൽക്കോട്ടൺ. ഇതിൻ്റെ ബ്ലൗസ് ആ ഒരു ബോഡിയിൽ റണ്ണിങ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതാ പറഞ്ഞ് ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ കൂടെ ഒരു വൈറ്റ് ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസോ അല്ലെങ്കിൽ ബ്രൈറ്റ് ഡാർക്ക് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെയാണ് 1400. അടുത്തത് നമ്പർ 5 ആണ്. ഇതേപോലെ ലൈറ്റ് ഒരു റോസ് പോലത്തെ ഒരു ഷെയ്ഡാണ്. ആ ഒരു ചെക്ക് പാറ്റേൺ കണ്ടോ, ഈ പല്ലുവിൽ കാണുന്ന അതിൻ്റെ ഒരു ഷെയ്ഡായിരിക്കും നമുക്ക് ബോഡിയിലോട്ടും വരിക. ഇതിൻ്റെ ബ്ലൗസ് ഇതേപോലെ വരും. വളരെ തിന്നായിട്ടുള്ള ഫാബ്രിക്. അപ്പോൾ മൽക്കോട്ടൻ്റെ ബ്ലൗസ് പീസ് കൊണ്ട് ബ്ലൗസ്
സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. വളരെ തിന്നായിരിക്കും. പിന്നെ ലൈനിങ്ങൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും കേട്ടോ. മൽക്കോട്ടൺ ആ ഒരു ഫാബ്രിക് അങ്ങനെയാണല്ലോ, ഭയങ്കര തിൻ ആൻഡ് ലൈറ്റാണ്, സോഫ്റ്റാണ്. ഇതേപോലെ ഇതേപോലെ നല്ല ഭംഗിയാട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. ഇതാണ് പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ഇതേപോലെ ഇതിൽ നിങ്ങൾക്ക് കളറ് മനസ്സിലാവണില്ലെങ്കിൽ ഈ ഒരു പല്ലുവിൻ്റെ കളറ് നോക്കിയാൽ മതി. ആ ഒരു കളറാണ് കേട്ടോ. അടുത്തതാ ഇത്തിരി ഒരു ബ്രൈറ്റ് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് പറ്റിയതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കിഷ് ടോണാണ്. പിങ്കും ഒരു ഗ്രേപ്പ് മെറൂൺ അങ്ങനത്തെയൊക്കെ പോലത്തെ ഒരു കളറാണ്. നല്ല ഭംഗിയായി. അതിൻ്റെ ടാസിൽ കണ്ടോ എന്ത് ഭംഗി അറിയോ. അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. ബ്ലൗസ് പീസ് ഇങ്ങനെ നമ്പർ 7. അടുത്തതാ ഇതേപോലെ എന്ത് ഭംഗിയാണ് നോക്കിയോ. ഓരോന്നും നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഒരു പർപ്പിളും ഗ്രീനും ആണേ. പല്ലു കണ്ടോ ഇതേപോലെ ഗ്രീൻ ആൻഡ് ബ്ലൗസ് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതാ നമ്പർ 9. ഇതേപോലെ യെല്ലോ ആൻഡ് ഒരു ലൈറ്റ് ഒരു ബ്ലൂയിഷ് ലാവൻഡർ ടോണാണ്. ഭയങ്കര ഭംഗിയായിരിക്കും ഒരു സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ. പല്ലു കണ്ടോ ഇങ്ങനെ വരിക. ഒരു വെറൈറ്റി മൽക്കോട്ടൺ സാരി ഇങ്ങനെ വരിക കേട്ടോ. അടുത്തതാ ഇതേപോലെ ഒരു പർപ്പിളിഷ് ടോണും ഗ്രീനും. പല്ലു ഇതേപോലെ, ബ്ലൗസ് പീസ് ഇതേപോലെ. അടുത്തത് നമ്പർ 11. ഇതൊരു ബ്ലൂ ആൻഡ് ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ്. പല്ലു ഇതേപോലെ, ബ്ലൗസ് ഇതേ. അപ്പോൾ ഇത്രയും സാരീസാണ് മൽക്കോട്ടണിൽ വരുന്ന സാരീസാണ്. അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.